സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി നിലമ്പൂരിലെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളുടെ മറ്റൊരു വശം സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ വലിയ തർക്കങ്ങൾ ഉണ്ടാക്കി ഉയർത്തിവിട്ടിരിക്കുന്നു. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ രീതി ചോദ്യം ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. കോൺഗ്രസിൻ്റെ വലിയ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നു. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പക്ഷേ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടോ എന്നുള്ളത് സംശയമാണ്. ആരോപണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അൻവർ പറഞ്ഞു, സംസ്ഥാനത്തെ മന്ത്രിമാരടക്കം ജനപ്രതിനിധികളടക്കം മാധ്യമപ്രവർത്തകരടക്കം ആളുകളുടെ ഫോൺ ചോർത്തപ്പെട്ടിരിക്കുന്നു എന്ന് അൻവർ പറയുന്നു. അൻവർ തന്നെയും ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്ന് അൻവർ പറയുന്നു. അതിൻ്റെ തെളിവുകൾ, അതിൻ്റെ റെക്കോർഡിങ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്നു. ഫോൺ ചോർത്തൽ, നിയമവിരുദ്ധമായ ഫോൺ ചോർത്തൽ കുറ്റകരമാണ് രാജ്യത്ത്. ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് അനുസരിച്ച് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. ടെലികമ്മ്യൂണിക്കേഷൻ ബിൽ കേന്ദ്ര സർക്കാർ ഈ അടുത്ത് അവതരിപ്പിക്കുകയും പക്ഷേ ലോക്സഭയിലോ രാജ്യസഭയിലോ ഇനിയും പാസ്സാക്കിയിട്ടില്ല. അതിലെ വ്യവസ്ഥ അനുസരിച്ചാണെങ്കിൽ 2 കോടി രൂപ വരെ പിഴയിടാൻ പറ്റുന്ന 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് അനധികൃതമായ ഫോൺ ടാപ്പിംഗ്. ഫോൺ ചോർത്തലിന് രാജ്യത്ത് നിയമവിധേയമായ മാർഗ്ഗങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിലാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയാണ് അത് അംഗീകരിക്കേണ്ടത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച പോലീസിൻ്റെ അപേക്ഷ പരിശോധിച്ച് അത് യുക്തിസഹമാണോ അല്ലയോ എന്ന് വിലയിരുത്തി അനുമതി കൊടുക്കേണ്ടത്. അങ്ങനെ അനുമതി കൊടുത്താൽ തന്നെ ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രം ഫോൺ ചോർത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് വ്യവസ്ഥ എന്നിരിക്കെ സംസ്ഥാനത്ത് മന്ത്രിമാരടക്കമുള്ളവരുടെ ഫോൺ ചോർത്തി എന്നുള്ള ആക്ഷേപം അൻവർ ഉന്നയിക്കുന്നു. ഈ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടതിന് ശേഷം ഇതോട് വളരെ ഗൗരവത്തോടുകൂടെ ഉണ്ടായ ഏക പ്രതികരണം മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന കോൺഗ്രസ് MLAയുടേതാണ്. അദ്ദേഹം തൻ്റെ ഫോൺ നേരത്തെ തന്നെ ചോർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അൻവർ ഉന്നയിച്ച ആക്ഷേപം ഗൗരവമുള്ളതാണ്, അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഉള്ളത് ദാമോദർ പ്രസാദാണ്. ഈ ആക്ഷേപം ഈ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് നിയമവിരുദ്ധമായ ഫോൺ ടാപ്പിംഗ് എന്നുള്ളത് വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്, മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് എന്നൊക്കെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ആക്ഷേപം വരുന്നിട്ട് ഇത്രയും ദിവസമായി നമ്മുടെ പൊതുസമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം, മറ്റ് സാമൂഹ്യ നേതൃത്വം ഇതൊക്കെ ഗൗരവത്തിൽ ഈ ആക്ഷേപത്തെ കണ്ടതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഗൗരവത്തിൽ കണ്ടില്ല എന്ന് മാത്രമല്ല, ഇതിനെ തീർത്ത് അവഗണിച്ചൊരു കാര്യം എനിക്ക് തോന്നിയ കാര്യം, ഒരു ചാനലിൻ്റെ ആങ്കർ പറഞ്ഞതായി ഞാൻ കേട്ടത്, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോർത്തേണ്ടതല്ലേ, അതായത് ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ കള്ളത്തരം നടക്കണേ ചോർത്തേണ്ടതല്ലേ. ഇതേ ആങ്കറിന് എനിക്ക് തോന്നുന്നു ഈ സന്ദർഭോചിതമായിട്ട് വരുന്നത് താങ്ങുമ്പോഴുള്ള പ്രശ്നം ചെന്നെങ്കിൽ ഈ ആങ്കറിന് എനിക്ക് തോന്നുന്നു CMDRFനെ കുറിച്ച് ഏതൊരു കോൺടെക്സ്റ്റിൽ പറഞ്ഞൊരു കാര്യം പിന്നീട് ഉപയോഗിക്കപ്പെട്ടു. വയനാട് ദുരന്ത സമയത്തെ പോലെ ഉപയോഗിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ അത് ആലോചിക്കണം. കാര്യം പിന്നീട് അതിൻ്റെ പ്രത്യേകത ഉണ്ട്. ഈ സമയത്ത് ഈ ഭരണകൂടവും പറയുന്നത് തന്നെയാണ്, ഈ സ്റ്റേറ്റും സർവൈലൻസിനും മാനദണ്ഡ കാരണമായിട്ട് പറയുന്നത് എന്തൊക്കെയോ ഒരു അസംഷനാണ്. ഇവിടെ രാജ്യദ്രോഹ പ്രവർത്തനം നടക്കുന്നു, അപ്പോൾ ഞങ്ങൾക്ക് ചോർത്താനുള്ള അവകാശമുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ് തന്നെയാണ് പ്രൈവസിയിലേക്ക് ഇൻട്രൂഡ് ചെയ്യാൻ സ്റ്റേറ്റിൻ്റെ അവകാശവാദമൊക്കെ തന്നെയാണ്. ഇങ്ങനെ കുറേ കള്ളത്തരം നടക്കുന്നുണ്ട്. പല ഘട്ടങ്ങളും സ്റ്റേറ്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടൊക്കെ ഞങ്ങൾ ടാപ്പ് ചെയ്യേണ്ട ആവശ്യമാണ്. കാര്യം സുരക്ഷയാണല്ലോ, സ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റി, ജനങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ടാപ്പ് ചെയ്യാനുള്ള അവകാശവാദം സ്റ്റേറ്റ് ഉന്നയിക്കുന്നത് ഇതുപോലെ വാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സംശയത്തോടുകൂടിയും വളരെ കൃത്യതയോടുകൂടിയാണ് മനസ്സിലാക്കാൻ. നിയമപരമായിട്ടുള്ള വ്യവസ്ഥ രാജീവ് കൃത്യമായി വിശദീകരിച്ചു. അതായത് ആരുടെയെങ്കിലും ഫോൺ ടാപ്പ് ചെയ്യണമെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ ഉറപ്പും, എനിക്ക് തോന്നുന്നത് ആഭ്യന്തര സെക്രട്ടറി മാത്രമല്ല, അത് തീർച്ചയായിട്ടും ക്യാബിനറ്റ് ചീഫ് മിനിസ്റ്ററും വളരെ സീക്രട്ടാണെങ്കിൽ ചീഫ് മിനിസ്റ്റർ അറിയാതെ, ഹോം മിനിസ്റ്റർ കേരളത്തിലാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി അറിയാതെ അങ്ങനെ ആളുടെ ഫോൺ ടാപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആഭ്യന്തര സെക്രട്ടറിയിലകത്ത് ഉത്തരവ് കൊടുക്കുന്നത് ഹോം സെക്രട്ടറി ആണെങ്കിലും അതൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുകയാണ് കേരളത്തിലെ ഭരണകക്ഷി MLA PV അൻവർ വന്ന് പോലീസിൻ്റെ ADGPയുടെ അറിവോടുകൂടി സൈബർ സെല്ലൊരു പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരിക്കുന്നു. ടാപ്പ് ചെയ്യുന്ന മന്ത്രിമാരുടെ, മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഫോൺ ചോർത്തുന്നുള്ളതാണ്, അതിന് തെളിവുണ്ടെന്ന് പറയുന്നു. അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. സുപ്രീം കോടതി പുട്ടസ്വാമി വിധി എന്ന് വിളിക്കുന്ന സ്വകാര്യത മൗലികാവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വിധിയുടെ ലംഘനമാണ്, ഗുരുതരമായതാണ്. ഉടനെ തന്നെ നടപടികൾ വേണ്ട. മാത്രമല്ല ഇതിനകത്ത് നമ്മൾ കാണണം, പെഗാസസ് പോലെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരും CPM രാജ്യസഭ MPയുടെ ജോൺ ബ്രിട്ടാസും സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ അതിന് തുടർ നടപടി ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. സ്വകാര്യത ലംഘിക്കുക എന്ന് മാത്രമല്ല, ഇത്തരം മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ ഫോൺ ചോർത്തുന്നൊരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്, രാജ്യദ്രോഹ കുറ്റം എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും. അപ്പോൾ അത് ഇത്രയും പരസ്യമായിട്ട് വന്നിട്ട് ഒരു ഭരണകക്ഷി MLA തന്നെ വരിക, അദ്ദേഹം ചോർത്തി എന്ന് പറയുന്നു, അത് അതിൽ വലിയ കുറ്റസമ്മതമാണ്. കാര്യം ശരിക്കും നിയമപരമായ നടപടിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട, FIR രജിസ്റ്റർ ചെയ്യാൻ അന്വേഷിക്കേണ്ട ഒരു വിഷയമുണ്ട്. സ്വയം തന്നെ ഒരു കുറ്റസമ്മതം നടത്തുകയാണ് ഞാൻ ചോർത്തി എന്നുള്ളത്.
പക്ഷേ തെളിവായിട്ട് അൻവർ അവതരിപ്പിച്ച കാര്യം ചോർത്തത് തോന്നില്ല. അദ്ദേഹത്തിന് വന്ന നമ്മൾ കണ്ടിടത്തോളം അദ്ദേഹത്തിന് വന്ന ഫോൺ കോളുകൾ അദ്ദേഹം റെക്കോർഡ് ചെയ്യും, അത് പ്ലേ ചെയ്ത് കേൾപ്പിക്കണോ വേണ്ടുന്ന വ്യക്തികളെ ചിലപ്പോൾ പിന്നെ നമുക്ക് ഒരുപക്ഷെ എല്ലാവരും ചെയ്യണമെന്നില്ല. നമുക്ക് വന്ന ഫോൺ കോൾ തികച്ചും വ്യക്തിപരമാണെങ്കിൽ നമ്മൾ ചെയ്യണമെന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ട് ആവശ്യം അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ഞാൻ പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അതിൽ ശരിയില്ലായ്മയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നമ്മളാരും ചിലപ്പോൾ ചെയ്യുന്ന കാര്യമായിരിക്കില്ല. പക്ഷേ ഫോൺ ചോർത്ത എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. അതായത് ഒരു തേർഡ് പേഴ്സൺ മറ്റൊരാൾ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നു. ഇപ്പോൾ ദാമോദർ പ്രസാദ് ഇവിടെ സൂചിപ്പിച്ച പെഗാസസ് ഇഷ്യൂ. പെഗാസസ് ഇസ്രായേലിലെ ഒരു കമ്പനിയിൽ നിന്ന് ഈ സോഫ്റ്റ്വെയർ വാങ്ങുകയും അത് രഹസ്യമായിട്ട് മാധ്യമപ്രവർത്തകർ, ജഡ്ജിമാർ, രാഷ്ട്രീയ നേതാക്കൾ ഇവരുടെ ഡിവൈസസിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തിട്ട് വിവരങ്ങൾ ചോർത്തി എന്നുള്ളതായിരുന്നു അന്ന് വന്ന അലിഗേഷൻ. അതുകൂടാതെ തന്നെ സർക്കാർ ഫോൺ ചോർത്തുന്നു, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഫോൺ ചോർത്തുന്നു എന്നുള്ള അലിഗേഷൻ പല ഘട്ടങ്ങളിലായിട്ട് പല കാലങ്ങളിലും. ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് മഹാരാഷ്ട്രയിൽ അവിടുത്തെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെയും NCP ശരത് പവാർ വിഭാഗത്തിൻ്റെയും ജനപ്രതിനിധികൾ ഞങ്ങളുടെ ഫോൺ ചോർത്തുന്നു എന്നുള്ള അലിഗേഷൻ ഉന്നയിച്ചു. തെലങ്കാനയിൽ കഴിഞ്ഞ BRS ഗവൺമെൻറ്റിൻ്റെ കാലത്ത് K. ചന്ദ്രശേഖർ റാവു മുഖ്യമന്ത്രിയായിരിക്കെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെ പോലീസിലൊരു വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് എതിർപക്ഷത്തെ നേതാക്കളുടെ ഫോൺ ചോർത്തി എന്നുള്ള അലിഗേഷൻ വരികയും അത് അന്വേഷിച്ചപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ വന്നിട്ട് ഞങ്ങളിങ്ങനെ ചെയ്തിരുന്നു എന്ന് മൊഴി കൊടുക്കുകയും അതിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്യുക, അന്വേഷണം നടക്കുകയും 2 പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റിലാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെ പൊതുവിൽ ഇപ്പോൾ പെഗാസസ് വന്നപ്പോഴാണെങ്കിലും മറ്റ് ഫോൺ ചോർത്തൽ അലിഗേഷൻസ് വന്നപ്പോഴാണെങ്കിലും CPM അടക്കമുള്ള പാർട്ടികൾ ഇത് ഭരണകൂടം നടത്തുന്ന ഒരു സർവൈലൻസ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഭരണകൂടം അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെയോ മറ്റ് മാധ്യമപ്രവർത്തകരെയോ ഒക്കെ സർവൈലൻസിൽ ഉൾപ്പെടുത്തുകയും അവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് സ്വകാര്യതയിലേക്കുള്ള ലംഘനം മാത്രമല്ല, ഇതൊരു ഏകാധിപത്യ രീതിയിലുള്ള ഭരണക്രമത്തിൻ്റെ തുടർച്ചയാണ് എന്ന വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു. ഈ വിമർശനമൊക്കെ ഉന്നയിച്ചൊരു പാർട്ടി സംവിധാനം നയിക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനൊരു അലിഗേഷൻ വരുന്നു, സ്വാഭാവികമായിട്ടും സർക്കാരും ഈ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയും മുന്നണിയും ഒക്കെ വളരെ വേഗത്തിൽ പ്രതികരിക്കേണ്ടതല്ലേ? സത്യം പറഞ്ഞ് ഇങ്ങനെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കേണ്ടതല്ലേ? തീർച്ചയായും കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇതിനകത്തൊരു കാര്യം, ഇപ്പോൾ CPM ഒരു വന്ന വർഷം ഭരണകക്ഷി MLA ബന്ധപ്പെട്ട് ഇന്ന് നാട്ടിലെ ചർച്ച മുഴുവൻ CPM അകത്തുള്ള അധികാര തർക്കങ്ങളെ ബന്ധപ്പെട്ട് ഊഹാപോഹങ്ങളും ഒക്കെയാണ് ഇതുള്ളത്. അതുകൊണ്ട് CPM ചിലപ്പോൾ പക്ഷേ ആ വിഷയത്തിൽ നിന്ന് അവരതിൽ പെട്ട് കിടക്കുകയായിരിക്കാം. പക്ഷേ പ്രതിപക്ഷം ഉയർത്തിയോ ഈ വിഷയം ഗൗരവമായിട്ട്? നിങ്ങൾ പറഞ്ഞ രാജീവ് പറഞ്ഞ ഒരു ഒറ്റ MLA ഉയർത്തി, പ്രതിപക്ഷം ഉയർത്തിയോ? ഈ മാധ്യമപ്രവർത്തകരെ ഇതിൻ്റെ അകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ടല്ല, മാധ്യമപ്രവർത്തകരുടെ ചോർത്തപ്പെട്ടെന്ന് പറഞ്ഞു മാധ്യമങ്ങൾ ഉയർത്തിയോ? ഒരു മാധ്യമം ഉയർത്തിയിട്ടില്ല. അവരുടെ കുറച്ച് വാർത്ത കൊടുത്തു അല്ലാതെ ഈ ഗൗരവമായ വിഷയം, ഏറ്റവും ഗൗരവമായ വിഷയം, അധികാര തർക്കത്തെക്കാൾ ഉപരിയായിട്ടുള്ള ഏറ്റവും ഗൗരവമായ വിഷയം മാധ്യമങ്ങൾ പോലും തമസ്കരിച്ചു. കാര്യം അതിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലായില്ല. കാര്യം ഇതിൻ്റെയൊക്കെ ചില ഇഷ്യൂസ് ഉണ്ടാകാൻ മനസ്സിലാവും. പെഗാസിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. നമുക്ക് ഉണ്ട് പെഗാസസ് എന്ന് പറയുന്നത് നമ്മുടെ ഇസ്രായേലി സോഫ്റ്റ്വെയർ നമ്മുടെ ഓരോരുത്തരുടെയും ഇതിലേക്ക് പ്ലഗ് ഇൻ ചെയ്യാണ്, നമ്മുടെ മൊബൈലിലേക്ക് പ്ലഗ് ഇൻ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഇതതിൻ്റെ അകത്ത് അങ്ങനെ പ്ലഗിങ്ങിൻ്റെ കാര്യമല്ല പറയുന്നത്. ഇത് സൈബർ സെൽ, ഇപ്പോൾ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ PN പറഞ്ഞ പത്രസമ്മേളനം പറഞ്ഞ സൈബർ സെല്ലിൽ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥൻ നിയോഗിച്ചിരിക്കുന്നു സൈബർ സെല്ല് വഴി ഇതിൻ്റെ അകത്തുള്ള കോൾ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ. എന്ന് വെച്ചാൽ ഭരണ സംവിധാനത്തിന് അകത്ത് തന്നെയാണ് നടക്കുന്നത്. പെഗാസസ് കുറച്ചുകൂടി എന്താ പറയുക ഡീപ്പായിട്ടുള്ള സർവേലൻസ് ആണ്. അത് ക്രിമിനൽ കുറ്റമാണ്, ഇതും ക്രിമിനൽ കുറ്റം തന്നെ. പക്ഷേ ഇത് നിയോഗിക്കപ്പെട്ടു. അപ്പോൾ സർക്കാർ സംവിധാനം തന്നെ ഇതിനകത്ത് ഒരു സർക്കാർ സൈബർ സെല്ലിന് സൈബർ സുരക്ഷ നൽകേണ്ട സെല്ല് തന്നെ ഒരു ഉദ്യോഗസ്ഥന് വേണ്ടി ആയിരിക്കും. ഇത് ആഭ്യന്തര വകുപ്പ് നിശ്ചയിച്ചിട്ടില്ല, മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം നിശ്ചയിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ചൊരു ചർച്ച പോലെ അതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പോലും പുറപ്പെടുവിച്ചില്ല. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറയണമെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ പ്രശ്നം ഉന്നയിക്കണം. മാധ്യമങ്ങൾ അൻവറായിട്ടുള്ള ചർച്ച ചെയ്ത് ഈ സമ്മേളനത്തിൽ പോലും ഇവരുടെ താല്പര്യം കൊണ്ടും അധികാര തർക്കങ്ങളായി ഉണ്ടാക്കുന്ന കുറച്ച് സെൻസേഷണൽ സ്റ്റോറീസും അങ്ങനെയുള്ള കാര്യങ്ങൾ കവിഞ്ഞ് ഈ പ്രശ്നം ഉന്നയിക്കാൻ പൗരസമൂഹത്തെ ബാധിക്കുന്ന ഇഷ്യൂസിന് പലപ്പോഴും മാധ്യമങ്ങളിൽ ഈ പ്രശ്നം നേരിടുന്നുണ്ട്. രാജ്യത്തിനെ ശ്രദ്ധിച്ചിട്ടും പൗരസമൂഹം നേരിട്ട് ബാധിക്കുന്ന ഇഷ്യൂസിന് മാധ്യമങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. കാര്യം സെൻസേഷണലായ സ്റ്റോറി 2 ദിവസം ആ സ്റ്റോറി കൊണ്ട് ചർച്ച നടത്താൻ പറ്റുന്നതിന് കവിഞ്ഞ് അവർക്ക് അതിനപ്പുറത്തേക്ക് ഒരു ദീർഘകാലത്തെ ഒരു വീക്ഷണമൊന്നും അതിൻ്റെ അകത്ത് ഇല്ലാത്തതിൻ്റെ വലിയ പരിമിതി ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഇതൊരു ഗൗരവമായിട്ടുള്ള വിഷയം തന്നെയാണ്. ഇവിടെ ഒരു MLA വന്ന് കുറ്റസമ്മതം നടത്തുന്ന പോലെ പറയുന്നത്, എന്നിട്ട് ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ളത് വലിയ സങ്കടകരാവസ്ഥയാണ്. മാത്രമല്ല അൻവർ പറയുന്നത് ഈ ADGP MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടന്നത്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടന്നത്. ഒരു ഉദ്യോഗസ്ഥനെ, ഇപ്പോൾ ദാമോദർ പ്രസാദ് പറഞ്ഞ പോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ ഇതിനു വേണ്ടി പ്രത്യേകമായി നിയോഗിച്ചു. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, അങ്ങനെ ജനപ്രതിനിധികൾ, അങ്ങനെ മുഖ്യമന്ത്രിയുടെ അടക്കം എന്നാണ് അദ്ദേഹം അലിഗേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് അദ്ദേഹം പറയുന്നത് ഞാനും ചോർത്തിയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ അതിന് തെളിവുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്.
ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അൻവർ ചോർത്തിയോ ഇല്ലയോ, അൻവറിന് അതിനുള്ള സംവിധാനങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഗവൺമെൻറ് മെക്കാനിസം പോലൊരു സംവിധാനം ഒരു ജനപ്രതിനിധിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നല്ല, പക്ഷേ അത് അത്ര എളുപ്പമല്ല. പക്ഷെ ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGP ഇതിന് തയ്യാറാവുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭരണകൂടത്തിൻ്റെ പൂർണ്ണമായ അറിവില്ലാതെ അല്ലെങ്കിൽ ഭരണകൂടത്തെ പൂർണ്ണമായി ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഭരിക്കുന്ന സർക്കാരിനെ, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി, ഇവരെയൊക്കെ പൂർണ്ണമായി ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്നല്ല, ചെയ്യാൻ സാധിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് അത്ര എളുപ്പമാണോ ഒരു പോലീസ്? നമ്മൾ അൻവറിൻ്റെ അലിഗേഷൻ നോക്കിയാൽ അൻവറിൻ്റെ അലിഗേഷൻ തന്നെയാണ്. അൻവറിൻ്റെ അലിഗേഷൻസ് യഥാർത്ഥം നോക്കുകയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയാണ് ഉന്നം എന്നൊക്കെ പറയുമ്പോഴും അൻവർ ഉന്നയിക്കുന്ന അലിഗേഷൻ എന്നുണ്ടെങ്കിൽ ഭരണ സംവിധാനത്തെ മുഖ്യമന്ത്രി ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ADGP നടത്തിയ പ്രവർത്തനമാണ് അയാളുടെ മെയിൻ അലിഗേഷൻ പോയിന്റ്. പിന്നീട് അത് മുഖ്യമന്ത്രി നേർക്കുന്നൊക്കെ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള മെയിൻ പോയിന്റ് പറയുന്നത് തന്നെ ADGP നടത്തിയ പ്രവർത്തനത്തെക്കുറിച്ചാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. അവിടെ ആ നിലയിലൊരു വലിയ കുറ്റകൃത്യം നടന്നു കഴിഞ്ഞു എന്ന് ഒരു ഭരണപക്ഷ MLA ആണ് പറയുന്നത് വന്നിട്ട്. അതാണ് ഏറ്റവും ഒരു പ്രതിപക്ഷം. ഇപ്പം നിങ്ങൾ പറഞ്ഞ കുഴൽനാടേ പ്രശ്നം ഉന്നയിക്കുമ്പോൾ അതൊരു ആരോപണമായിട്ട് അവിടെ നിൽക്കുകയാണ്. ഇതല്ല, ഇതാ ഒരു കുറ്റസമ്മതം പോലെ വന്ന് പറയുന്നു ഇങ്ങനെ നടത്തിയിട്ടുണ്ട്. ഈ PV അൻവർ ചോർത്തിയെക്കുറിച്ച് നിങ്ങൾ രാജീവ് വന്ന എനിക്കും ചില സംശയമുണ്ട്. കാര്യം അത്തരം സംവിധാനം ഒരുക്കാനുള്ള പറ്റായ കലോഷാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് പറ്റുമോ എനിക്കറിയില്ല. ഇതിൻ്റെ അകത്ത് ചോർത്തി കിട്ടിയ ഇനിയും പോലീസുകാരെ ചോർത്തി കൊടുത്തതല്ലാതെ വേറെ ഒരു സാധ്യത അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ സൈബർ സെല്ലിൻ്റെ അകത്തുള്ള സാധ്യതകൾ പലതുണ്ട്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരെയും ചോർത്ത് എന്തിനു വേണ്ടി എന്നുള്ള പ്രശ്നം അതൊരു ഗൗരവ രാഷ്ട്രീയ പ്രശ്നമാണ്. ചിലപ്പോൾ ആൾക്കാർ അതിലേക്കായിരിക്കും. പക്ഷേ ഈ പ്രൈവസി ലംഘിക്കുക എന്നുള്ള ഭരണകൂട സർവൈലൻസ് സെറ്റിംഗ് മാറാം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വളരെ കൃത്യമാണ്. അതൊരു ഏകാധിപത്യ പ്രവണതയാണ് കാണിക്കുന്നത്. ഏകാധിപത്യ പ്രവണത ഈ പോലീസ് സ്റ്റേറ്റ് ഉണ്ടാക്കാനാണോ ഈ കഷ്ടപ്പെട്ട LDF രണ്ടാം തവണ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുള്ളത്? ഈ പോലീസ് സ്റ്റേറ്റ് സംവിധാനം ഇത് മുഖ്യമന്ത്രി അതിൽ നിശബ്ദ പാലിക്കുന്നു. മുഖ്യമന്ത്രി ഉത്തരവാദിത്തമില്ല. ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ മറ്റ് അലിഗേഷൻസ് ഒക്കെ നിലനിൽക്കുക തന്നെ ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ ADGPയോട് ചോദ്യങ്ങൾ ഉന്നയിക്കാവുന്നതും അതിൽ നടപടി ആവശ്യപ്പെടുന്നതാണ്. കാര്യം ഇത് സുതാര്യത വരുത്താൻ ബാധ്യതപ്പെടുന്ന ഗവൺമെൻറ് LDF ഗവൺമെൻറ്റും കേരളത്തിൽ ഉത്തരവാദിത്ത പാർട്ടി നൽകിയ CPM-ഉം ഒരു ഉത്തരവാദിത്തോടെ പറയേണ്ട കാര്യമാണ്. നടന്നിട്ടുണ്ടോ, ഈ സർവൈലൻസ് നടന്നിട്ടുണ്ടോ? കാരണം വലിയ വ്യാപകമാണ്, ഈ നെറ്റ് വ്യാപകമാണ്, ഏത് രീതിയിലും വ്യാപിപ്പിക്കാം. ഇത് മാധ്യമപ്രവർത്തകരുടെ എന്തിനാണ് മാധ്യമപ്രവർത്തകരുടെ ഇത് ചോർത്തുന്നത്? സർക്കാരെ ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന കുറിച്ച കാര്യം മനസ്സിലാക്കാനായിരിക്കും. അപ്പോൾ ഇത്തരം ചോർത്തലുകളുടെ ഒരു പ്രശ്നം എന്നുണ്ടെങ്കിൽ നേരിട്ട് മന്ത്രിമാരുടെയും ഭരിക്കുന്നവരുടെയൊക്കെ തന്നെ നേർക്ക് വരികയാണെങ്കിൽ ഒരു പോലീസ് നിയന്ത്രണം കംപ്ലീറ്റ് സ്റ്റേറ്റിന് പുറത്ത് വരികയാണ്. അത് മുഖ്യമന്ത്രിയുടെ പുറത്ത് പോലും ഓവർവെൽമിങ് ചെയ്യുന്ന പവറാണെങ്കിൽ അത് നമ്മൾ ഭയങ്കരമായിട്ട് ഭയപ്പെടണം. അതൊരു വലിയ ഏകാധിപത്യ പ്രശ്നത്തിലേക്ക് ഒരു പോലീസ് സ്റ്റേറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലിങ്ങനെ നിശബ്ദം പറയുമ്പോഴേ ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റിൽ നമ്മൾ നോക്കുമ്പോൾ എന്തിനു വേണ്ടി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെ റെലവൻറ്റ്. ഇത് ചോർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ADGP MR അജിത് കുമാർ ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിച്ചുകൊണ്ട് ഇത് മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ഫോൺ കോൾ ചോർത്തിയിട്ടുണ്ട് എങ്കിൽ അത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ UDF-ന് വേണ്ടിയിട്ട് ഫോൺ കോൾ ചോർത്താൻ പോലീസിൽ ആരെങ്കിലും തയ്യാറാവും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഭരണത്തിലിരിക്കുമ്പോൾ ഒരുപക്ഷെ നടന്നേക്കാം, പക്ഷേ ഭരണത്തിന് പുറത്ത് നിൽക്കുമ്പോൾ അത് സാധ്യമാവും എന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കില്ല. ഇപ്പുറത്തും LDF-ൻ്റെ കാര്യത്തിലും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ പോലീസിന്, കേരളത്തിലെ പോലീസിനെ കുറിച്ച് ഏറ്റവും അധികം അലിഗേഷൻ ഇപ്പോൾ UAPA ചുമത്തിയ കാര്യത്തിൽ മുതൽ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ വരെയുള്ള പല കാര്യങ്ങളിലുമുള്ള അലിഗേഷൻ പോലീസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നു. കുറച്ചുകൂടെ കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാർ താല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു അലിഗേഷൻ വളരെ ശക്തമായിട്ടുണ്ട്. ഇന്നലെ ദീർഘകാലമായിട്ടുണ്ട്. അപ്പോൾ ഈ ഫോൺ കോൾ ചോർത്തൽ പോലും ഒരു പക്ഷേ ഈ അലിഗേറ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥൻ്റെ മറ്റു പല താല്പര്യങ്ങളുടെയും മറ്റു പല താല്പര്യങ്ങൾ മൂലവും ആകാം. അതിനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാര്യം വീണ്ടും നമ്മൾ ഈ ആരോപണമെല്ലാം തന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇതിനുശേഷം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണം RSൻ്റെ ശിബിരത്തിലോ മറ്റോ പങ്കെടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്തൊരു കേന്ദ്ര താല്പര്യം സർവൈലൻസ് ഉണ്ട്. ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കാം, ഇങ്ങനെ സോഫ്റ്റ്വെയർ ഇവിടെ കൈമാറ്റം ചെയ്യുന്ന പോലും നമുക്കറിയില്ല ഇത്തരം സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ കേരളത്തിൻ്റെ അകത്തൊരു പ്രതിപക്ഷ ആ നിലയ്ക്ക് പ്രതിപക്ഷ ഗവൺമെൻറ്റാണ് ഇരിക്കുന്നത്. കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷ ഗവൺമെൻറ്റൊക്കെ തൊട്ട് മുമ്പ് ഇലക്ഷൻ നടന്നു പോയതാണ്. ആ ഇലക്ഷനിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിവാദം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നിർണായക പ്രശ്നമാണ്. അപ്പോൾ കേരളത്തിനകത്തെ രാഷ്ട്രീയം എങ്ങനെ രൂപപ്പെടുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് കേന്ദ്ര താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ വലിയൊരു ഗുരുതരമായ അലിഗേഷൻ, അത്തരം താല്പര്യം കാര്യം PV അൻവറിൻ്റെ അലിഗേഷൻ അതിലേക്ക് പോയിന്റ് ചെയ്യുന്നതാണ്. കാര്യം ഇതിനകത്ത് അങ്ങനെ ഒരു താല്പര്യം സംഘപരിവാറെ ബന്ധപ്പെട്ട് താല്പര്യം ഈ ADGPക്ക് ഉണ്ടെന്ന് അവരെന്നെ അലിഗേഷൻ ഉന്നയിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഇങ്ങനൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അതിന് നമ്മൾ ഈ എന്തുകൊണ്ടാണ് ഭരണ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാത്തത്? അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ ആർക്കും അതിന് ഉത്തരവാദിത്തമുണ്ട്.
അല്ലെങ്കിൽ ഇത് പ്രതികരിക്കേണ്ടതായിരുന്നു. കാര്യം പെഗാസിന് ശക്തമായ നിലപാടെടുത്ത് ഈ പെഗാസിൻ്റെ ചരിത്രം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നീട് സുപ്രീം കോടതി പോലും ഒരു സഹായാവസ്ഥയിലേക്ക് എത്തി. കാര്യം തുടർന്നൊന്നും ഉണ്ടായിട്ടില്ല. കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളതിനപ്പുറം ഈ സ്വകാര്യത ഒരു ഉത്തരവായിട്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കൂടി ഇതുപോലെ കാശ്മീർ പല സ്ഥലങ്ങളിലും തന്നെ അതായത് സർക്കാരുകളും പല സംവിധാനം ഇത് നടത്തുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിന് യാതൊരു അനുമതിയില്ല. ഇതൊക്കെ ഈ പോലെ രാജ്യസുരക്ഷ, രാജ്യദ്രോഹം എന്നൊക്കെ പറഞ്ഞൊരു കെട്ടുകഥ ഉണ്ടായിക്കൊണ്ടാണ് ഈ പണി ചെയ്യുന്നത്. കേരളത്തിൽ എന്ത് സാഹചര്യമാണ് ഉണ്ടായിരുന്നത്? മാധ്യമപ്രവർത്തകരുടെയും മന്ത്രിമാരുടെയും MLA-മാരുടെയൊക്കെ ചോർത്താൻ എന്താണ് നിലനിന്നത്? അപ്പോൾ ഇത് എൻ്റെ ഏറ്റവും തമാശ നിഷേധിച്ചിട്ട് പോലുമില്ല. അതാണ് ഭരണ സംവിധാനം. മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി വന്ന് നിഷേധിച്ചിട്ട് പോലില്ല. ആഭ്യന്തരം കൈകാര്യം മുഖ്യമന്ത്രി നിഷേധിച്ചിട്ട് പോലില്ല. ഇങ്ങനെ ഗുരുതരമായ അലിഗേഷൻ നിൽക്കുമ്പോൾ ഇത് നമ്മൾക്ക് ഒരു ഗൗരവ വിഷയം ഇതുവരെ തോന്നിയിട്ടില്ല. ഇത് ചർച്ച ചെയ്യേണ്ട പോലും വിഷയമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചുള്ള അധികാര തർക്കങ്ങൾ ആർക്കെതിരെ തുടങ്ങിയിട്ടുള്ള വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള അത് ആവശ്യമായിരിക്കില്ല പറയണില്ല. അതിൻ്റെ അകത്തുള്ള അങ്ങനെയുള്ള പാർട്ടി സമ്മേളനം തുടങ്ങാൻ പോവാണ്, അൻവറിനെ പിന്താങ്ങുക, പിറ്റേ ദിവസം അൻവറിനെ തള്ളി പറയുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു തരത്തിലുള്ളൊരു സെൻസേഷണൽ രീതിയിൽ മാത്രം പോവുകയും എന്നാൽ പൗരസമൂഹത്തെ നമ്മുടെ ജനാധിപത്യത്തെ ഏറ്റവും കൃത്യമായി ബാധിക്കുന്ന ഈ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോവുകയുണ്ട്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് വളരെ ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ അത്ര വൈകാറില്ല. വളരെ എളുപ്പത്തിൽ അതിൻ്റെ റിയാക്ഷൻ വരും, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ. ഇപ്പോൾ ദാമോദർ പ്രസാദ് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഭരണകൂടം ഇതേവരെ അത് നിഷേധിച്ചിട്ടില്ല. ഇനി വാർത്താ സമ്മേളനം നടത്തണമെന്നില്ല, ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാമല്ലോ, ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞൊരു വാർത്താക്കുറിപ്പ് ഇറക്കാമല്ലോ, അല്ലെങ്കിൽ ആ അലിഗേഷൻ തെറ്റാണ് എന്നാണ് സർക്കാരിൻ്റെ ബോധ്യം എന്നൊരു വാർത്താക്കുറിപ്പ്. എന്തുകൊണ്ടായിരിക്കും സർക്കാർ ഈ ഒരു അലിഗേഷൻസിലും പ്രതികരിക്കുന്നില്ല? ഒരു അന്വേഷണത്തിന് സമിതിയെ വെച്ചിട്ടുണ്ട്, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞായിരിക്കും. പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്ന ഇടവേളയിൽ തന്നെ ഈ ഫോൺ ചോർത്തൽ എന്ന് പറയുന്നത് മന്ത്രിമാരടക്കമുള്ളവരുടെ ഫോൺ ചോർത്തി എന്നാണ് അലിഗേഷൻ. വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ വന്നിട്ട് മന്ത്രിമാരാരും പ്രതികരിക്കുന്നില്ല. ചോർത്തപ്പെട്ടു എന്ന് സംശയിക്കുന്ന മന്ത്രിമാരാരും പ്രതികരിക്കുന്നില്ല. മുഖ്യമന്ത്രിയും ഇതിനെ കേട്ട് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഇത് ഭരണകൂടത്തിന് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഭരണകൂടത്തെ അറിയാമായിരുന്നു അനുമാനിക്കേണ്ടി വരും. കാര്യം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഭരണകൂടത്തെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അറിയാമായിരുന്നു അനുമാനിക്കേണ്ടി വരും. കാരണം അല്ലെങ്കിൽ നിഷേധക്കുറിപ്പ് DGP പ്രതികരിച്ചില്ല. കാര്യം ആ നിലയിൽ ലോ ആൻഡ് ഓർഡർ ചുമതല DGP ഇല്ലെങ്കിൽ പോലീസിൻ്റെ മുഖ്യ ചുമതലക്കാരൻ DGP എന്തെങ്കിലും പ്രതികരിക്കേണ്ടല്ലേ? കാര്യം ഗുരുതരമായ കുറ്റകൃത്യം നടന്നിരിക്കുന്നു, സ്വകാര്യത ലംഘിക്കപ്പെട്ടിരിക്കുന്നു, ഫോൺ ചോർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കേരളത്തിൽ നടന്ന സംഭവമായിട്ട് ഒരു ഭരണകക്ഷി MLA വന്ന് പരസ്യമായിട്ട് പറയുമ്പോൾ ഇന്നും ആ ഉദ്യോഗസ്ഥന് അന്വേഷണം നടക്കുന്നുണ്ട്, ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ ഇതല്ല, അതിനേക്കാൾ വ്യാപ്തിയുള്ളതാണ്. കാരണം ഇത് സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നിഷേധിക്കേണ്ടത് മാത്രമല്ല, ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രി ഉത്തരവാദിത്തം അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്കുണ്ട്. എനിക്കൊരു പാർട്ടി സെക്രട്ടറി പോലും നിശബ്ദ പാലിച്ച ഈ കാര്യത്തിൽ. അപ്പോൾ ഈ CPM എന്ന സംവിധാനത്തിനോട് ഈ സ്വകാര്യതയെക്കുറിച്ച് ഇവർ കേന്ദ്രത്തിനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ കേരളത്തിലൊന്നും ബാധകമല്ലേ? അത് കേരളത്തിലെ ഇരട്ടത്താപ്പ് നയമാണ്. ഇതാണ് പലപ്പോഴും CPM-ൻ്റെ ഈ പ്രതിച്ഛായക്ക് സംഭവിക്കുന്ന വലിയ കോട്ടം. ഒരു ഭാഗത്ത് ഇവർ ഈ നിലപാടുകൾ എടുക്കുക, മറുഭാഗത്ത് വരെ സമയത്ത് ശബ്ദം പാലിക്കുക, അതിൽ വേറെ തരത്തിലൊരു സ്വഭാവം പ്രകടിപ്പിക്കുക, പെഗാസിനെ ശക്തമായി നിലനിൽക്കുക, ഈ ഫോൺ ചോർത്ത കാര്യം അവിടെയൊക്കെ പ്രതിപക്ഷത്താണല്ലോ. ആ നിലയ്ക്ക് പ്രതിപക്ഷത്തിലേക്ക് ഈ പ്രകാശ് കാരാട്ടിൻ്റെ പണ്ട് ഫോൺ ചോർത്തപ്പെട്ടെന്നൊരു ആരോപണം മുമ്പുണ്ടായിരുന്നു. അത് UP ഭരണകാലത്ത് അതിനൊക്കെ ശക്തമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അതേസമയം സ്വന്തം ഭരണ സംവിധാന സ്ഥലത്ത് ഇങ്ങനെ ഇവിടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ അന്വേഷണം നടക്കുന്ന കാലത്ത് ഫോൺ ചോർത്തൽ നടന്നു എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. UDF 2011 മുതൽ 16 വരെ അധികാരത്തിലിരിക്കെ തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക വീട് പോലീസ് വാടകയ്ക്കെടുത്തിട്ട് അതിന് അവിടെ പ്രത്യേക സെല്ല് രൂപീകരിച്ചുകൊണ്ട് ഫോൺ ചോർത്തു എന്നുള്ള അലിഗേഷൻ വന്നു. അങ്ങനെ ഒരുപാട് അലിഗേഷൻസ് CPM തന്നെ കേരളത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് ഫോൺ ചോർത്തലിനെ സംബന്ധിച്ച്. അതായത് ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി, ഇതിൻ്റെ ഒരു ഗൗരവം, ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്നുള്ളതിനപ്പുറം ഭരണകൂടം കുറെ കൂടെ ഏകാധിപത്യ സ്വഭാവം കാണിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണല്ലോ അത്ര അലിഗേഷൻസ് ഉണ്ടാകുന്നത്. ആ അലിഗേഷൻസ് ഉന്നയിച്ചവർ തന്നെ ഇപ്പോൾ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. അതെ, പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റം ഏകാധിപത്യം ഒരുമിച്ച് പോണതാണ്. അല്ലാതെ ജനാധിപത്യ സംവിധാനത്തിലെ ആൾക്കാർക്ക് പ്രൈവസിയിലേക്ക് ലംഘിക്കേണ്ട ആവശ്യമില്ല. സ്വകാര്യതയിലേക്ക് കടന്നു വരേണ്ട യാതൊരു ആവശ്യവും മന്ത്രിയുടെ മാധ്യമ സ്വകാര്യത സംഭാഷണങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളനുസരിച്ചാണല്ലോ, അല്ലാണ്ട് അവരുടെ മറ്റു രഹസ്യങ്ങൾ അറിയാനല്ല. അപ്പോൾ ഏകാധിപത്യം ഇത് ഒരുമിച്ച് പോണതാണ്. ഇങ്ങനെയുള്ള രീതിയിൽ ഫോൺ ചോർത്തപ്പെടുന്നു എന്നുള്ളത് ഏകാധിപത്യത്തിലേക്ക് പോകുന്നു. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇതൊരു അലിഗേഷൻ എന്ന സ്ഥിതിക്ക് ഇത് നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രാജ്യം കൂടി പറഞ്ഞ കാലങ്ങളായിട്ടൊരു പ്രക്രിയ പോലീസിനകത്ത് നടന്നു എന്ന് കൂടി അന്വേഷിക്കണം. ഇത് ആർക്ക് വേണ്ടിയാണ് നടത്തപ്പെടുന്നത്? കാര്യം പോലീസിനകത്ത് തന്നെ പലതരത്തിലുള്ള താല്പര്യങ്ങളും വരുന്നുണ്ട്, പലതരത്തിലുള്ള സംഘടനാ താല്പര്യങ്ങളുണ്ട്, പലതരത്തിലുള്ള ബലദോഷവൽക്കരണം നടക്കുന്നുള്ളൊരു ആരോപണം ഒരു ഭാഗത്തുണ്ട്. ക്രിമിനൽ വൽക്കരണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. അപ്പോൾ ഈ ക്രിമിനൽ വൽക്കരിക്കപ്പെടുന്ന പോലീസിനകത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവണതയാണത് ഈ മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഫോൺ ചോർത്തുന്നത്. കാര്യം അവർക്ക് അറിയേണ്ടത്
അത്ര വാർത്തകളായിരിക്കുമല്ലോ ഇതിനകത്ത് എന്താ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് നിയന്ത്രണം ഏർപ്പെടുത്താൻ, അതിനെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതനുസരിച്ച് അത് വളരെ കൃത്യമാണ് രാജീവ് പറഞ്ഞത്. ഒരു ടിറനിയുടെ സ്വഭാവം, ഒരു ഏകാധിപത്യത്തിൻ്റെ ഒരു സ്റ്റേറ്റിലേക്ക് മാറുന്നതിൻ്റെ, ഒരു പോലീസ് സ്റ്റേറ്റിലേക്ക് മാറുന്നതിൻ്റെ എല്ലാ സ്വഭാവവും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് വലിയ ഗുരുതരമായ കുറ്റകൃത്യം, ക്രിമിനൽ കുറ്റകൃത്യം നടന്നിരിക്കും കേരളത്തിൽ. ആ ക്രിമിനൽ കുറ്റകൃത്യം നടന്നിട്ട് അതിനോട് മൗനം പാലിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി, CPM ആണെങ്കിൽ CPM നേതൃത്വവും മുഖ്യമന്ത്രിയും ഒരു തെറ്റാണ് ചെയ്യുന്നത്. അവരിത് കാര്യം പറയാനും അത് വ്യക്തമാക്കാനും ബാധ്യതയുണ്ട്. ജനാധിപത്യ ബാധ്യത, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ്. ഇതിൽ വേറൊരു കൗതുകക്കുട്ടിയുള്ളത്, ഈ MR അജിത് കുമാറിനെ ഈ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താതെയാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. ബാക്കി അലിഗേഷൻസുള്ള അന്വേഷണം പോലെ അല്ല ഒരുപക്ഷെ ഈ ടെലിഫോൺ ചോർത്തി എന്നുള്ള അലിഗേഷൻ. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇത് വേണ്ടപ്പെട്ട എല്ലാ ആളുകളുടെയും അറിവോടുകൂടെ ചെയ്തൊരു കാര്യം, അതിന് ശിക്ഷിക്കാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പോ ഭരണ നേതൃത്വമോ തയ്യാറല്ല എന്ന തോന്നലല്ലേ ഉണ്ടാക്കുക. അതിൻ്റെ ഭാഗമായി സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള തോന്നലല്ല. തീർച്ചയായിട്ടും. കാര്യം ലോ ആൻഡ് ഓർഡറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ ഈ ഫോൺ ടാപ്പ് ചെയ്യലും മറ്റൊക്കെ ഉത്തരവാദിത്തങ്ങൾ വരുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും ആ സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റാതിരിക്കുന്ന വഴി, കാര്യം ഈ അലിഗേഷൻ സമൂഹത്തിൽ നിലനിൽക്കുക വഴി അതിനകത്ത് അങ്ങനെ പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട്. കാര്യം ഇവർ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ തമാശനെ ഈ അൻവർ തന്നെ ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഫോണും കൂടി ഈ മുഖ്യമന്ത്രിയുടെ ഫോൺ ടാപ്പ് ചെയ്യാൻ ആർക്ക് താല്പര്യം? അതിനെ വെല്ലുന്നൊരു പവർ സെൻറ്റർ കേരളത്തിലുണ്ടോ? ആ പവർ സെൻറ്റർ എന്താണ്? ആ പവർ സെൻറ്ററും ADGP തമ്മിൽ എന്ത് ബന്ധമായിരിക്കും? മുഖ്യമന്ത്രി അപ്പോൾ വലിയൊരു ഗുരുതരമായ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. കാര്യം മുഖ്യമന്ത്രിയുടെ പോലും ഫോൺ ടാപ്പ് ചെയ്യപ്പെടാമെന്നൊരു സാഹചര്യം ഉന്നയിക്കപ്പെടുമ്പോൾ അതില്ലാതെ ചിരിച്ചു തള്ളാം. പക്ഷെ അങ്ങനെ പോലും സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് പറയുമെങ്കിൽ മുഖ്യമന്ത്രി പോലും ബ്ലാക്ക് മെയിലിന് വിധേയാവുമെന്ന് വിശ്വസിക്കേണ്ടി വരും. അത്തരം പ്രതീതി സമൂഹത്തിൽ നമ്മളില്ലാണ്ട് കാര്യമില്ല, നമ്മളതിനെ കണ്ണടച്ചിട്ടാക്കേണ്ട ആവശ്യമില്ല. അത്തരം പ്രതീതി സമൂഹത്തിൽ വ്യാപിക്കുന്നുണ്ട്. അത് പ്രത്യക്ഷത്തിൽ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വന്നേക്കാം, പക്ഷേ സമൂഹത്തിൽ അത്തരം കാര്യങ്ങൾ വ്യാപരിക്കുന്നുണ്ട്. കാര്യം ഈ അലിഗേഷൻ ഉണ്ടായ ശേഷം അധികാര തർക്കത്തെക്കാൾ കൂടുതൽ സാമാന്യ ജനവും പൗരന്മാരുടെ ഇടയിലൊക്കെ നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത് ഈ രീതിയിൽ എങ്ങനെയാണ് സ്റ്റേറ്റ് ഈ രീതിയിൽ ദുർബലപ്പെടുന്ന മുമ്പ് എന്തുകൊണ്ട് ദുർബലപ്പെടുന്നു, കാര്യം ഇതിങ്ങനെ ചോർത്ത് നടന്ന സ്ഥിതിക്ക് എന്തുകൊണ്ട് പ്രതികരിക്കായിരുന്നു. അപ്പോൾ അതൊരു ഗൗരവമായ വിഷയമാണ്. അപ്പോൾ ഒന്നുകിൽ സ്റ്റേറ്റിനേക്കാൾ ഒരു പവർ സെൻറ്റർ അറിഞ്ഞിട്ടുണ്ടാകും. ആ പവർ സെൻറ്റർ കേരളത്തിൽ തന്നെയാണോ? അതിൻ്റെ ലൊക്കേഷൻ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ രാജീവ് സൂചിച്ചതുപോലെ കേരളത്തിന് പുറത്തായിരിക്കാം, അതിനോട് കീഴ്പ്പെട്ടാണോ കേരളത്തെ ഭരണസമിതി, നിനക്ക് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്ത് ഉയർന്നു വരുന്നുണ്ട്. ഇതൊന്നും ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റാത്തൊരു മന്ത്രിസഭ അല്ലെങ്കിൽ അതിനൊരു ഭരണ നേതൃത്വം എന്ന് പറയുന്നത് നിസ്സഹായാവസ്ഥയാണ് കാണിക്കുന്നത്. നിസ്സഹായാവസ്ഥ തുടർന്ന് നമുക്ക് കാണാൻ പറ്റും. അൻവർ ഉന്നയിച്ച അലിഗേഷൻ ശേഷം ആ നിസ്സഹായാവസ്ഥ വലിയ രീതിയിലുണ്ട്. കാര്യം ഇത്ര ഗുരുതരമായൊരു കാര്യം നടന്ന് അതിനോട് പ്രതികരിക്കാൻ പറ്റാതിരിക്കുന്നത്. കാര്യം നേരത്തെ രാജീവ് കൃത്യം സ്പോട്ട് ചെയ്ത പോലെ അതൊരു എന്താ പറയുക, ഈ സാമാന്യ അലിഗേഷൻസ് പോലെയല്ല, ഒരു വ്യക്തിക്ക് എന്തി നടത്തിയ അയാളുടെ അഴിമതിയെ ബന്ധപ്പെട്ട അലിഗേഷൻ അല്ല. അത് സമൂഹത്തെയും ജനാധിപത്യത്തെയും നമ്മുടെ എല്ലാത്തിനെയും ബാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം വന്നിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുക എന്ന് പറയുന്നത് അതിനെന്തോ അവർക്ക് മറച്ചു വെക്കാനുണ്ട്. അങ്ങനെ പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര ദിവസമായിട്ടും പ്രതികരിക്കാതിരിക്കുന്നത് അങ്ങനെ വലിയൊരു പ്രതീതിയുണ്ട്. അപ്പോൾ ഈ പവർ സെൻറ്റർ എന്നുള്ള ഞാൻ ഉദ്ദേശിച്ച പവർ സെൻറ്റർ കേരളത്തിൻ്റെ അകത്തുള്ള പവർ സെൻറ്ററിനേക്കാൾ ഉപരിയായിട്ട് പുറത്തുനിന്നാരോ നിയന്ത്രിക്കുന്നുണ്ടോ? ആ ബ്ലാക്ക് മെയിലിൻ്റെ ഒരു തന്ത്രത്തിന് വിധേയപ്പെടുകയാണോ എന്നുള്ളത് സമൂഹം ആലോചിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ സമൂഹത്തിൽ അങ്ങനെയാണ് പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് തിരുത്താൻ ആർക്കാണ് ബാധ്യത? തിരുത്താൻ ബാധ്യത ഭരിക്കുന്ന പാർട്ടിക്കും അതിന് ഉത്തരവാദപ്പെട്ടവർക്കും ഭരണ സംവിധാനത്തിൽ എടുക്കുന്നവരാണ്. അവരാരും തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോലും, സാധാരണ എന്തിനുണ്ടായ പോലും പ്രതികരിക്കുന്ന മന്ത്രിമാരുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, അവർ പോലും പ്രതികരിച്ചിട്ടില്ല ഈ ഗൗരവ സംഭവം. കാര്യം പ്രകാശന വിഷയം ഉണ്ടായ സമയത്ത് പ്രതികരിച്ച ആൾക്കാരാണ് പല ആൾക്കാരും. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോലും രണ്ടുപേര് എഴുതാൻ പോലും പ്രതികരിക്കാൻ ശേഷിയില്ലെങ്കിൽ അത് നമ്മുടെ സമ്മേളനം ബാധിക്കുന്ന പ്രശ്നമാണ്, സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്, ജനാധിപത്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഗുരുതരമായൊരു ക്രിമിനൽ കുറ്റം നടന്നിരിക്കുന്നു. അത് തിരുത്താൻ ബാധ്യതയുണ്ട്, അതിനെ ക്ലാരിഫൈ ചെയ്യാൻ ബാധ്യതയുണ്ട്. റൈറ്റ്. സർവൈലൻസ് സ്റ്റേറ്റ് എന്നുള്ളത് നമ്മൾ പല രൂപത്തിൽ ഇന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വ്യക്തികൾ, അത് ഏത് ലെവലിലുമുള്ള വ്യക്തികൾ നിരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നു എന്നുള്ളതൊരു വസ്തുതയായിട്ട് നമ്മളുടെ മുമ്പിലുണ്ട്. കേരളത്തിലും സമാനമായൊരു സാഹചര്യമുണ്ട്. ഭരണകൂടം അറിഞ്ഞോ അറിയാതെയോ സർവൈലൻസ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ എന്ന ഗൗരവമുള്ള സംശയമാണ് ഈ അലിഗേഷൻ, ഈ ആരോപണം ഉന്നയിക്കുന്നത്, PV അൻവറിൻ്റെ ആരോപണം ഉയർത്തുന്നത്. അതിലൊരു വ്യക്തത വരുത്തുക എന്നുള്ളത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ ബാധ്യതയാണ്. അങ്ങനെ വ്യക്തത വരുത്തുന്നില്ല എങ്കിൽ സർക്കാർ അറിഞ്ഞോ അറിയാതെയോ, ഒരുപക്ഷെ സർക്കാരിനെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ ഇത്തരം നിരീക്ഷണങ്ങൾ, അത് മന്ത്രിമാരെ, ജനപ്രതിനിധികളെ, മാധ്യമപ്രവർത്തകരെ, മറ്റ് തലങ്ങളിൽ ഏതൊക്കെയുള്ളവരെ എന്ന് നമുക്കറിയില്ല, അത്തരം നിരീക്ഷണങ്ങൾ നടക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.